ഇനി ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് അടിക്കാം. ഇതാണ് വണ്ടിക്ക് കീ ഇല്ല. ഇതാണ് നിങ്ങളുടെ കീ. ഇതാണ് കീ. നിങ്ങൾക്ക് വണ്ടി കൊടുത്തിട്ട് എവിടെ നിർത്തിയിട്ട് പോകണം പാർക്ക് ചെയ്തിട്ട്. ഇത് നെക്കി കഴിഞ്ഞാൽ ലോക്ക് ആവും വണ്ടി. എവിടെ വെച്ച പോകും വണ്ടി ഉന്താൻ കൂടി പറ്റൂല, മോട്ടോർ ലോക്ക് ആയി പോകും. സ്മാർട്ട് ഫോൺ ആണെങ്കിൽ വന്നിട്ട് ഐഫോൺ ആണെങ്കിൽ ഐ സ്റ്റോറിലുണ്ട്, പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പോൾ മറ്റു വണ്ടികളെ പോലെ സ്പീഡോമീറ്ററോ കാര്യങ്ങളോ ഒന്നും ഇതിനില്ല. ഇതിനാകെ ഉള്ളത് ഒരു എററിന്റെ ചിഹ്നമുണ്ട്. ബാറ്ററിയുടെ ഇതുണ്ട്. ബാറ്ററിയുടെ പെർസെൻറ്റേജ് കൊടുത്തിട്ടില്ല. അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. കാരണം അപ്പോൾ വണ്ടി നമ്മൾ ഓടിച്ചിട്ട് ഒരു സ്ഥലത്ത് വെച്ചേക്കാണ്. അപ്പോൾ വണ്ടി വെക്കാൻ നേരത്ത് നമുക്ക് ലോക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ലോക്ക് ചെയ്യണം എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതാണ് ആക്സിലേറ്റർ കാര്യങ്ങൾ വരുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഓടിച്ച നമ്മുടെ ഇലക്ട്രിക് വണ്ടിക്കും ഏകദേശം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലാണ്. നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണുള്ളത്. ഇന്നൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? ഉണ്ടെങ്കിൽ കൊച്ചിയിൽ നിങ്ങൾക്ക് സ്കൂട്ടറിൽ കറങ്ങിയെടുക്കാം. അതിനായി നിങ്ങൾക്ക് ലൈസൻസ് വേണ്ട, ഹെൽമെറ്റ് വേണ്ട, പെട്രോളും വേണ്ട. ആകെ വേണ്ടത് ഒരു സൈക്കിൾ ബാലൻസ് ആണ്. അതായത് 2 വീലർ ആണല്ലോ, സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു സംഭവം എന്താണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ആ സംരംഭം ഉള്ളത്. കുറേ ആൾക്കാർ നിൽക്കണുണ്ട. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും എന്തൊക്കെയാണ് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് സംഭവം, യുലു സോൺ. ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. നമുക്കിവിടെ സ്റ്റാഫിനെ പരിചയപ്പെടാം. ഹലോ. പേര്? അയ്യപ്പൻ. എവിടെയാണ് സ്ഥലം? ഞാൻ ചെറുപ്പശ്ശേരി. അപ്പോൾ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് എത്ര നാളായി? തുടങ്ങിയിട്ട് പോയ മാസം 16 തുടങ്ങിയത്. ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം കൊണ്ട് എങ്ങനെയുണ്ട് പെർഫോമൻസ്? ആൾക്കാരുടെ എല്ലാവരും എടുത്തുകൊണ്ടുകൊണ്ട്. അപ്പോൾ ഇതിന്റെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിടക്കാം. അതായത് ഒരു ആപ്പിലൂടെയാണ് ഇത് നമുക്ക് അറിയാൻ പറ്റും. ഒരു ആപ്പാണ് യുലു എന്നാണ് ആപ്പ് വരുന്നതില്ലേ. അപ്പോൾ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ലഘുവായിട്ട് പറയാമോ? ഓക്കെ. നമ്മുടെ കമ്പനി നെയിം വന്നിട്ട് സീക്കോ മൊബിലിറ്റി. ഇതിപ്പോൾ 2 സോൺ നമുക്കുള്ളത്. ഒന്ന് ജയല സ്റ്റേഡിയത്തിലുണ്ട്, കറുകപ്പള്ളിയിലും ഉണ്ട്. ഇപ്പോൾ ഒരാൾ കൊച്ചിക്ക് ഒരാൾ വരികയാണ് ഇപ്പോൾ കൊച്ചി കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ വന്നു കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ വന്നിട്ട് ഐഫോൺ ആണെങ്കിൽ ഐ സ്റ്റോറിലുണ്ട്, പ്ലേ സ്റ്റോറിലുണ്ട്. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് സൈൻ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. 4 പ്ലാൻ കാണിക്കും. 1 ഹവറിന് പ്ലാൻ 129, 3 അവർ 249, 8 അവർ 349. വൺ ഡേ പ്ലാൻ ഉണ്ട് 499. അതായത് മിനിമം അത് 500 രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം കറങ്ങാം. പിന്നെ റേഞ്ചും കാര്യങ്ങൾ പറയുമ്പോൾ ഏകദേശം എത്ര ഉണ്ടാവും ഒരു വണ്ടിക്ക്? ഒരു ഫുൾ ചാർജ് 60 കിലോമീറ്റർ റേഞ്ച്. അപ്പോൾ ഒരാളിപ്പോൾ വണ്ടി എടുത്ത് 60 കിലോമീറ്ററിനുള്ളിൽ യാത്ര ചെയ്യുന്ന ആളിപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടുന്ന് എടുക്കുമ്പോൾ 2 സോണുള്ളൂ നമുക്കിപ്പോൾ. അപ്പോൾ ഇവിടുന്ന് എടുക്കുമ്പോൾ 30 കിലോമീറ്റർ എങ്ങോട്ട് ഓടാൻ പാടുള്ളൂ. പക്ഷെ 30 കിലോമീറ്റർ റിട്ടേൺ വരാൻ കാണണം. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് സ്വൈപ്പ് ചെയ്തിട്ട് വേറെ വണ്ടി കൊണ്ടുപോകാം നിങ്ങൾക്ക്. അങ്ങനെയുള്ള പോണ വഴിക്ക് ഇപ്പോൾ ഒരാളിപ്പോൾ വണ്ടി എടുത്ത് അത്യാവശ്യം എടുക്കുന്ന ആളെ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു വണ്ടിക്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കണം. അതിലേക്ക് ഞാൻ കിടക്കാം. ഒരാളിപ്പോൾ ഒരു 30 കിലോമീറ്റർ റേഞ്ച് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അയാൾ പോയി ഏകദേശം 28 കിലോമീറ്ററായി വണ്ടി ഓഫായെന്ന് വിചാരിക്കാം. കാരണം നിങ്ങളുടെ സ്ഥലത്തൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടൈം ബാക്കി ഉണ്ടെങ്കിൽ പെട്ടുപോയി കഴിഞ്ഞാൽ വണ്ടിയുടെ ഫോൾട്ട് ആണെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കും. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് സോണിൽ വന്നിട്ട് വേറെ വണ്ടി സ്വൈപ്പ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ. അതായത് ആ വണ്ടി അവിടെ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് വേറെ വണ്ടി എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല. 24 hours ആകുമ്പോൾ ഫസ്റ്റ് സ്വൈപ്പ് ഫ്രീ ആണ്. പിന്നെ ബാക്കി എടുക്കുമ്പോൾ 1 ഹവറിന് 1 ഹവറും 8 ഹവർ 3 ഒക്കെ എടുക്കുമ്പോൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു 52 രൂപ കൊടുക്കേണ്ടി വരും. എക്സ്ട്രാ പേയ്മെന്റ് 52. അതായത് ഒരു 1 ഡേ പ്ലാൻ ആണെങ്കിൽ ഇങ്ങനെ ഏകദേശം നിന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, സുഖമായിട്ട് പോകും. അപ്പോൾ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇവിടെ എടുക്കുന്നത്? വണ്ടി 1 ഹവർ പ്ലാൻ ആണോ 3 ഹവർ ആണോ വണ്ടിയാണോ കൂടുതൽ പോകുന്നത്? നമുക്ക് 24 hours കൂടുതൽ പോകുന്നത്. 1 ഹവർ ജസ്റ്റ് പഠിക്കാൻ വരുന്ന കുട്ടികൾക്കും ഞാൻ വന്നപ്പോൾ കണ്ട ഒരുപാട് പേര് ഇപ്പോൾ വണ്ടി ഓടിക്കാനൊക്കെ പഠിക്കണുണ്ടായിരുന്നു. കാരണം അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇല്ല, ഇത് ഓടിക്കാൻ ലൈസൻസും വേണ്ട, ഞാൻ പറഞ്ഞ ലൈസൻസും വേണ്ട, ഹെൽമെറ്റും വേണ്ട. അപ്പോൾ ഹെൽമെറ്റ് വേണ്ടാന്ന് പറഞ്ഞാലും നിങ്ങൾ ഹെൽമെറ്റ് വെക്കണം കേട്ടോ. സേഫ്റ്റിക്ക് വെക്കുക. നമ്മുടെ റോഡ് അങ്ങനത്തെ റോഡാണ്. അതായത് ഇവിടെ ഇട്ട് കറക്കിയാലും കുറച്ച് ഡേഞ്ചറാണ്. പുറത്തേക്ക് കഴിഞ്ഞാൽ പറയണ്ടത് ഇപ്പം തന്നെ കണ്ട ഫുൾ ബ്ലോക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പോലീസ് ചെക്കിങ്ങിൽ ഇതിന് ഹെൽമെറ്റ് വേണ്ടാന്നുണ്ട്. വണ്ടിയുടെ ഒരാൾക്കും പോവാ, ലൈസൻസ് ഹെൽമെറ്റ് ഒരാളല്ലേ യാത്ര ചെയ്യാൻ പറ്റും, ഒരാൾക്ക് പോകാൻ പാടുള്ളൂ. 2 പേരൊക്കെ പോകണ കണ്ടായിരുന്നല്ലോ. അത് നമുക്ക് പെനാൽറ്റി വരും. ഓക്കെ. ചില പിള്ളേരൊക്കെ 2 പേരൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പെനാൽറ്റി വരും. മിനിമം ഒരാളാണ് പറയുന്നത്. അതായത് ഒരാൾക്ക് ഇരിക്കാനുള്ള സംഭവം ഉള്ളൂ അതിനകത്ത്. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കിടന്നാലും നമുക്ക് ജസ്റ്റ് ഒരു ഫോണിൽ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാനായി ആദ്യം ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇത് ഐഫോൺ ആയതുകൊണ്ട് ആപ്പ് സ്റ്റോറാണ്. എന്താണ് നമ്മുടെ പേര്? യുലു ഇതല്ലേ? നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. രണ്ടാമത്തെ ഇപ്പോൾ യൂബറിലേക്ക് പോയാനേട്ടാ. ഓൾറെഡി ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു വേറെ ഫോണിൽ. നമുക്കൊരു ഐഡിയ വേണമല്ലോ. എന്നാ ഉടമസ്ഥന് കൈമാറണം. കാരണം ആളുടെ ഐഡിയ ഇല്ലാതെ കിട്ടൂലല്ലോ. സെറ്റായാ ഏടാ? ബ്ലോക്ക് ആവുന്നു തോന്നുന്നുണ്ട്. ഓക്കെ.
സെറ്റായി. ഓക്കെ ഫേസ് ലോക്ക് ആയിരുന്നു. അവൻ്റെ ഫോണല്ല, എൻ്റെ ഫേസ് കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ആവുന്നുണ്ട്. നെറ്റിന് റേഞ്ചില്ലേ? അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അലോ ലൊക്കേഷൻ, അലോ വെൽ യൂസിങ് ആപ്പ് കൊടുക്കാം അല്ലേ, മോട്ടോർ ട്രാക്ക് കൊടുക്കാം. ഓക്കെ വന്നിട്ടുണ്ടല്ലോ. വെൽക്കം യുലു, പിക്ക് എ വെഹിക്കിൾ, നെക്സ്റ്റ് മൊബൈൽ നമ്പർ. അപ്പോൾ മൊബൈൽ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു OTP വരും, നോർമലായിട്ട് മറ്റേ ആപ്ലിക്കേഷൻ പോലെ തന്നെ. അതിനുശേഷം നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഹലോ കൊടുക്കണം അല്ലേ? ഹലോ കൊടുക്കണം. ഇത് സെറ്റിങ്സ് അത് കൊടുക്കണം. അപ്പോൾ നമ്മൾ JLN സ്റ്റേഡിയം, അതായത് JLN സ്റ്റേഡിയത്തിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഇവിടെ ഏകദേശം എത്ര വണ്ടി? 13 വണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. 13 വണ്ടിയുണ്ട്. ഇപ്പോൾ ഓരോ വണ്ടിയുടെ റേഞ്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വണ്ടിക്ക് 53 to 59 കിലോമീറ്റർ ഓടും അല്ലേ? അല്ല സംഭവം അതന്നെ. ഈ വണ്ടി ആകുമ്പോൾ 40. ഓക്കെ, നമുക്ക് ഒരു പണി, നമുക്ക് അടുത്തിരിക്കുന്ന വണ്ടി എടുക്കാം. പല വണ്ടിക്ക് പല റേഞ്ച്. വണ്ടി നമ്പർ നോക്കണ്ടേ? വണ്ടി നമ്പർ നോക്കണം. ഉദാഹരണം ഈ വണ്ടി ആണെങ്കിൽ അത് അങ്ങനെ സ്കാൻ ചെയ്യാൻ പറ്റില്ല, റെന്റിനെ കൊടുക്കണം ആദ്യം. ഓക്കെ റെന്റ് കൊടുക്കണം. ഇതിനകത്ത് വണ്ടി നമ്പർ നോക്കണ്ടേ? അത് ലാസ്റ്റ് നോക്കിയാൽ മതി. ആദ്യം ഇതല്ലേ റെന്റൽസ്, റെന്റ് വെഹിക്കിൾ കൊടുക്കാം. ഓക്കെ 1 hour സെലക്ട് ചെയ്യാം. ഇതിന് ശേഷമാണോ വണ്ടിയുടെ ഓഫർ ഉണ്ട് മുകളിൽ നമുക്ക്? ഓക്കെ, ഓഫർ കോഡ് ഉണ്ടോ? ഓഫറും കൂടി ഉണ്ട്. എത്ര കിട്ടും? 20% ഓഫർ വരുന്നുണ്ട്. GST ഉണ്ടല്ലേ? അപ്പൊ 407 പോയിട്ടുണ്ടല്ലേ നമ്മുടെ? അതായത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എത്ര വരുന്നത്? 299. അത് തിരിച്ചു കിട്ടും. ഓക്കെ ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് പോകണതൊക്കെ 108 രൂപ കയ്യിൽ നിന്ന് പോകണുള്ളൂ. അതായത് 129 108 പോകണുള്ളൂ. ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. ഇനി പേപ്പറിന് പൈസ കൊടുക്കണം. പൈസ എടുത്ത് കൊടുത്തതിന് ശേഷമാണ് വണ്ടി സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പൈസ കൊടുക്കട്ടെ? ഉടമസ്ഥനോട് ചോദിക്കണല്ലോ. അത് പറയാൻ ആലോചിക്കുന്നുണ്ടല്ലോ. ഫുൾ നെയിം, ഇമെയിൽ ID, സെലക്ടർ. ഓക്കെ ഇതെല്ലാം കൊടുക്കണോ? കൊടുത്തിൽ പ്രശ്നമുണ്ടോ? ഇന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ വണ്ടി പോയി കഴിഞ്ഞാൽ. ആണോ? അത് കഴിഞ്ഞപ്പോൾ പേയ്മെന്റ് ഓപ്ഷനിൽ പോയി. അപ്പോൾ പേയ്മെന്റ് ഓപ്ഷനിൽ സ്ക്രീൻ റെക്കോർഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് വണ്ടി അൺലോക്ക് ചെയ്യാനുള്ള വണ്ടി അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വന്ന് എല്ലാം വെള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വണ്ടി നമുക്ക് ഏത് വണ്ടി സെലക്ട് ചെയ്യണം? പല വണ്ടി പല റേഞ്ചാണ്. നമുക്ക് ഈ 4 to 46 പറഞ്ഞ് ഫുൾ ചാർജ് വണ്ടിയാണ്. അപ്പോൾ മാറുന്നൂറും പല വണ്ടികൾ പല റേഞ്ചാണ്. ഇപ്പോൾ ഈ വണ്ടി നമുക്ക് പെട്ടെന്ന് നോക്കിയെടുക്കാൻ പറ്റുമോ? ഫസ്റ്റ് ഇരിക്കുന്ന വണ്ടി ഇതാണല്ലോ. ആ നമ്പർ നോക്കുക, എത്ര കിലോമീറ്റർ ഓടും നോക്കുക, സ്കാൻ ചെയ്യുക. നിങ്ങൾക്ക് ഇത് 28 to 31 കിലോമീറ്റർ ഉണ്ട്. 1 hour നിങ്ങൾക്ക് അത്രയും ധാരാളം ഈ വണ്ടി. അപ്പോൾ നമ്മൾ ഈ വണ്ടി നമ്മൾ അധികം ദൂരം ഒന്നും പോകുന്നില്ല. ജസ്റ്റ് വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി വന്നതല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഇട്ടിട്ട് ചുമ്മാ ഇറക്കണുള്ളൂ. എന്നാലും നമുക്ക് എന്താ ഈ വണ്ടി എടുത്താലോ? ഉള്ളിലേക്ക് പോയിക്കണ്ടല്ലോ. ഇത് എടുക്കണേ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അൺലോക്ക് കൊടുക്കണം. ജസ്റ്റ് നോട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, വണ്ടി നോക്കാൻ മാത്രം. ഓക്കെ, ഇപ്പോൾ വണ്ടി ഇത് സെലക്ട് ആവുന്ന ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതൊക്കെ വണ്ടി ഇവിടെ നോക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, വണ്ടിയുടെ റേഞ്ച് അറിയാൻ നോക്കാൻ മാത്രം. എന്നിട്ട് അൺലോക്ക് കൊടുത്ത് സ്കാൻ ചെയ്യും. അതായത് എല്ലാ വണ്ടിയുടെയും റേഞ്ച് നമുക്ക് ഇതിനകത്ത് കിട്ടും. കാണാൻ വേണ്ടിയിട്ടാണ് സ്കാൻ ചെയ്യണം. ഓക്കെ, അൺലോക്ക് ഓപ്ഷൻ ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം. അൺലോക്ക്. ഇനി എന്ത് ചെയ്യണം? 2 QR കോഡ് ഉണ്ട്. എവിടെ വെച്ച് സ്കാൻ ചെയ്യാം നമുക്ക്? ഫ്രണ്ടിലുണ്ട്, ബാക്കിലുണ്ട്. എവിടെ ചെയ്യണം? എവിടെ ചെയ്തോളൂ. അക്സെപ്റ്റ്. അപ്പോൾ അക്സെപ്റ്റ് കൊടുക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ട? വണ്ടി ഓണാവും. വണ്ടി ഓണായി. ആക്സിലേറ്റർ കൊടുത്തതിന് മോട്ടർ ഓണാവും. ഓക്കെ വണ്ടി കറങ്ങണം. അല്ലാതെ ഇതിപ്പോൾ കോട്ടിട്ട് അടിക്കാം. കോട്ടിട്ട്. ഇനി ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് അടിക്കാം. ഇതാണ് വണ്ടിക്ക് കീ ഇല്ല. ഇതാണ് നിങ്ങളുടെ കീ. നിങ്ങൾക്ക് വണ്ടി കൊടുത്തിട്ട് എവിടെ നിർത്തിയിട്ട് പോകണം പാർക്ക് ചെയ്തിട്ട്. ഇത് നെക്കി കഴിഞ്ഞാൽ ലോക്ക് ആവും വണ്ടി. എവിടെ കച്ചപ്പോ വണ്ടി ഉന്താൻ കൂടി പറ്റൂല, മോട്ടോർ ലോക്ക് ആയി പോകും. ഓക്കെ അതായത് ഇപ്പോൾ വണ്ടി റൈഡ് എല്ലാം കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ നേരത്ത് ലോക്ക് ആക്കാം. അതല്ലെങ്കിൽ എവിടെ നിർത്തണമെങ്കിൽ ലോക്ക് ആക്കാം. ഇവിടെ നിന്ന് തിരിച്ചു കൊടുന്ന് എൻഡ് ചെയ്യുമ്പോൾ ലോക്ക് കൊടുക്കണം. ലോക്ക് കൊടുത്തിട്ട് മെനു കണ്ട് 4ാമത്തെ മെനു. ഓക്കെ, എടുത്തിട്ട് എൻഡ് റെന്റൽ പ്ലാൻ. 5ാമത്തെ. ഓക്കെ ഇപ്പോൾ വണ്ടി ഓണായി കിടക്കുന്നുണ്ടല്ലേ? അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് കുറച്ച് ഓടിച്ചു നോക്കിയാലോ? അതിന് ശേഷം ഞാൻ വരാം. ഓക്കെ. ഗായ്സ്, ഇപ്പോൾ വണ്ടി എടുത്തിട്ട് കുറച്ച് ദൂരമൊക്കെ ഓടിച്ചിട്ട് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയിലേക്ക് കിടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാണിച്ചു കൊടുക്കാവാ. അപ്പോൾ മറ്റു വണ്ടികളെ പോലെ സ്പീഡോമീറ്ററോ കാര്യങ്ങളോ ഒന്നും ഇതിനില്ല. ഇതിന് ആകെ ഉള്ളത് ഒരു എററിൻ്റെ ചിഹ്നമുണ്ട്.
പിന്നെ യുലൂന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബാറ്ററി എഴുതുന്നുണ്ട്. ബാറ്ററിയുടെ പെർസെൻറ്റേജ് കൊടുത്തിട്ടില്ല, അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. കാരണം വേറെ ഒന്നുമില്ല, കാരണം നമ്മൾ എപ്പോഴും നമുക്ക് ആപ്പ് നോക്കാൻ പറ്റില്ലല്ലോ വണ്ടിയുടെ റേഞ്ചും കാര്യങ്ങളും. അപ്പോൾ ഇതിനകത്ത് അവർ പെർസെൻറ്റേജ് കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ ഓടിക്കുന്ന ആൾക്കൊരു ഐഡിയ കിട്ടിയാണ്. കാരണം എപ്പോഴും ഫോൺ നോക്കിയിട്ട് എത്ര ദൂരം പോകുന്നതെന്ന് നോക്കാൻ പറ്റില്ല. പിന്നെ പറയാനുള്ളത് മിറേഴ്സിനകത്ത് കാണുന്നില്ല. അപ്പോൾ അതെന്തായാലും വെക്കാത്തെന്ന് അറിയില്ല. കാരണം ഈ വണ്ടി നമുക്ക് ഏതായാലും റോട്ടിലൂടെ ഓടിക്കാനുള്ള വണ്ടിയാണല്ലോ. അപ്പോൾ മിററും കാര്യങ്ങളും വേണമെന്ന് എനിക്ക് തോന്നുന്നു. വേണം, മിറർ നിർബന്ധമാണ്. കാരണം ഇപ്പോൾ ഹെൽമെറ്റും ലൈസൻസും വേണ്ടെങ്കിലും പറയുമെങ്കിലും പ്രായപൂർത്തിയാവാത്ത കുട്ടികളൊന്നും ഇത് ഓടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. കാരണം അത്യാവശ്യം വണ്ടി ബാലൻസ് ഉള്ളവർ മാത്രം ഓടിക്കുക, പ്രായപൂർത്തിയുള്ളവർ മാത്രം ഓടിക്കാൻ ശ്രമിക്കുക. പിന്നെ ഹെൽമെറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഹെൽമെറ്റ് വെക്കുന്നത് പോലീസിനെ പേടിക്കാനില്ല, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നീ എന്താണ് ഹെൽമെറ്റ് വെക്കാതെ? കാരണം നമ്മൾ വന്നത് മെട്രോനാണ്, ഹെൽമെറ്റ് കൊണ്ടുവന്നില്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തു, ഇത്രയും ദൂരം മാത്രം ഓടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഓടിക്കാനാണെങ്കിലും നിങ്ങൾ ഹെൽമെറ്റ് വെക്കണം. പ്രത്യേകിച്ച് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ വരുന്ന ഒരുപാട് പേര് വണ്ടി എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ട് മാത്രം വണ്ടി ഓടിക്കുക. പിന്നെ വേറൊരു ഡ്രോബാക്ക് എനിക്ക് പറയാനുള്ളത്, ഇതിന് സൈഡ് സ്റ്റാൻഡില്ല, സെൻട്രൽ സ്റ്റാൻഡാണുള്ളൂ ഈ സ്റ്റാൻഡ്. അപ്പോൾ ലേഡീസിനാണെങ്കിലും ഒന്ന് ഉപയോഗിക്കാനോ വണ്ടി വെക്കാനൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാകും. കാരണം ഇതിന് മുമ്പ് ഞാൻ വന്നപ്പോൾ തന്നെ ഒരു ഫാമിലി വന്നായിരുന്നു അല്ലടാ. അപ്പോൾ അവർ വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ട് വെക്കാൻ നേരിച്ച് കുറച്ച് ബുദ്ധിമുട്ടിയപ്പോൾ നമ്മൾ പോയിട്ടാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ വലിയ കനമൊന്നുമില്ല, അപ്പോൾ ഒരു ഇതാണ്. അപ്പോൾ അതൊക്കെ വെക്കാമായിരുന്നു. ഒരു വണ്ടി കൊടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വേണം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയത് മിററിൻ്റെ കേസാണ്. മിറർ വേണം, കാരണം ഈ വണ്ടി ഓടിച്ചിട്ട് പലരും ഈ ട്രാഫിക്കിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത്ര ഡീറ്റെയിൽസാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ വണ്ടി ലോക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതെങ്ങനെയൊന്ന് കാണിച്ചിട്ട് നമുക്ക് വൈൻഡപ്പിലേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഓണാണ് കേട്ടോ, ലൈറ്റ് അതൊക്കെ കത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കിടന്ന് കറങ്ങുകയാണ് ഗൈസ്. പവർ ഓഫ് കണ്ട ഇത് കറങ്ങി കഴിഞ്ഞിട്ടില്ലെങ്കിലും വണ്ടി ലോക്കായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വണ്ടി ലോക്കാണ് കേട്ടോ, നമുക്ക് ജസ്റ്റ് നോക്കാം. യെസ്, ഇപ്പോൾ വണ്ടി ലോക്കാണ്. ഇനി ആർക്കും നമ്മൾ വണ്ടി വെച്ചിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കടയിലൊക്കെ പോവുകയാണെങ്കിൽ വണ്ടി ലോക്ക് ചെയ്തിട്ട് പോകാം. നോർമലി ഇപ്പോൾ കീലെസ് എൻട്രി എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ വണ്ടി ലോക്കാണ്. അതായത് കണ്ട വണ്ടി ഓൺ ആവുന്നില്ല. ഇനി നമുക്ക് അൺലോക്ക് ചെയ്യാന്ന് പറഞ്ഞത് സാധാ ആപ്പിൽ തന്നെ പോലെ വളരെ സിമ്പിളാണ്. പിന്നെ നമ്മൾ കവർ ചെയ്ത ഡിസ്റ്റൻസും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. നമ്മൾ അധികം കവറൊന്നും ചെയ്തിട്ടില്ല, എല്ലാം കാണിക്കുന്നുണ്ട്. നമ്മുടെ ഡേറ്റ് സമയം കാണിക്കുന്നുണ്ട് കേട്ടോ. 5:47 നമ്മൾ വണ്ടി എടുത്തത്. അപ്പോൾ ഇനി 6:47 വണ്ടി ഇവിടെ എത്തിക്കണം, അല്ലെങ്കിൽ എക്സ്ട്രാ പൈസ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതായാലും എത്തിക്കും. ഇപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അൺലോക്ക് ആക്കിയാണ്. അപ്പോൾ കണ്ട യുവർ റെൻ്റൽ പ്ലാൻ വിൽ ബി എക്സ്പെക്ട് കണ്ട എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നത്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ ആഗ്രഹമില്ല എന്ന് നമ്മൾ പറയണം. അവരാ നോട്ടിഫിക്കേഷൻ വിടുന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ റൈഡ്. ഓക്കെ ഗായ്സ്, അപ്പോൾ വണ്ടി അതേ അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഇതേ അവിടെ കൊണ്ടേ വെക്കുന്നു. അതിന് ശേഷം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഈ റൈഡ് അവസാനിപ്പിച്ചിട്ട് നമുക്ക് പൈസ നമ്മുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചെയ്തത് റീഫണ്ട് ആവണമല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ അതേ വണ്ടി കൊണ്ടേ വെക്കുന്ന ചടങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഫൈനലായിട്ട് ലോക്ക് ചെയ്യാൻ പോകണം. ഇനി വണ്ടി എടുക്കുന്നില്ല എന്നല്ല, നമ്മുടെ റൈഡ് നമ്മൾ അവസാനിപ്പിച്ചു. ലോക്ക് കൊടുക്കുന്നു. നേരത്തെ കൊടുത്തിട്ട് ലോക്ക് മാറിയിട്ട് ലോക്ക് അൺലോക്ക് ആകാൻ കുറച്ച് സമയം പിടിച്ചിട്ടുണ്ട്. വണ്ടി ലോക്ക് ആയിട്ടുണ്ട്. ഇത് കറങ്ങുന്നുണ്ടെങ്കിൽ വണ്ടി ലോക്കായി. അത് എന്ത് സംഭവം അറിയോ? ഇത് 2019 ഈ ആപ്പ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ആൻഡ്രോയിഡ് ഫോൺ വേണ്ടിയിട്ടാണ് സംഭവം ചെയ്തത്. ഇപ്പോഴാണ് ഐഫോണിലോട്ട് അപ്ഗ്രേഡ് ആയത്. അപ്പൊ ചെറിയൊരു ലാഗ് ഉണ്ടാവും. ഐഫോൺ മാത്രമേ ഉള്ളൂ ലാഗ്? അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഐഫോൺ യൂസ് ചെയ്യുന്നവര് ആരും പരിഭ്രമിക്കണ്ട. നമ്മുടെ പ്രശ്നം കൊണ്ടല്ല, ആപ്പിന്റെ പ്രശ്നം കൊണ്ടാണ്. അത് പരിഹരിക്കുമെന്ന് നമുക്ക് നമ്മൾ എങ്ങനെ ഉപയോഗിക്കാൻ നമ്മൾ കാണിച്ചു കറക്റ്റ് ആയിട്ട്. ആപ്പ് ഒന്ന് കില്ല് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി ഫസ്റ്റ്. എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പൊ ഞങ്ങളും കുറച്ച് അവിടെ സ്ട്രഗിൾ ആയിരുന്നു. അതിനുശേഷം രണ്ടാമത് വണ്ടി സ്റ്റാൻഡൊക്കെ മാറ്റി വെക്കി. ഇനി സ്റ്റാൻഡ് ഇട്ടിട്ടാണോ ഓണാവായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ റൈഡ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 0 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. അത് ഓടിയിട്ടൊന്നുമില്ല, അതെന്താണെന്ന് അറിയില്ല. ഇത്ര ഓടിയാലും 1 കിലോമീറ്റർ ആയിട്ടില്ലല്ലേ? അത്ര ആയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴായിരുന്നു? 5:47 6:47 തീരുന്ന റൈഡ് നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ട? മെനു പോകണം. അത് വണ്ടി കൊന്നു വെച്ചതിന് ശേഷം മെനു പോകുന്നു. എൻഡ് റെന്റൽ പ്ലാൻ. പിന്നെ നിങ്ങളുടെ പേര് വണ്ടി പോവുള്ളൂ. പേര് ഇപ്പോൾ നമ്മുടെ പേരിലാണ്. ഓക്കെ, ഇവിടെ കൊടുന്ന് വെച്ചിട്ട് എൻഡ് റെന്റൽ പ്ലാൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പേരിലാവും വണ്ടി. വേറെ ആൾക്ക് എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് പെനാൽറ്റി വരികയും ചെയ്യും. ഓഹോ, അത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പൊ വണ്ടി വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് പൊടിയിട്ട് വരുമ്പോൾ പോരുത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് കൺഫേം കൊടുത്താൽ മതി. ഓക്കെ, റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ? അത് നിങ്ങൾ താല്പര്യം എത്ര? അപ്പൊ ഞാൻ നിന്നെ കാണിക്കുന്നില്ല, നിന്നെ കാണിച്ചുകൊണ്ട് റേറ്റിംഗ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ചെറിയൊരു റേറ്റിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചോദിക്കേണ്ടത് റീഫണ്ട് അല്ലേ? ഇനി റീഫണ്ട് ഇട്ടാൻ ചെയ്യേണ്ടത് രണ്ടാമത്തെ ഓപ്ഷൻ. അതായത് ഇതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്. വണ്ടി നമ്മൾ ലോക്ക് ചെയ്തു, അൺലോക്ക് ചെയ്തു, വണ്ടി കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം റൈഡ് നമ്മൾ ക്യാൻസൽ ചെയ്തു, എൻഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ലുലു മണി പോകുന്നു. ഡീറ്റെയിൽസ് കണ്ടോ? ഏതാണ് ഡീറ്റെയിൽസ്? സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അല്ലേ? ഡീറ്റെയിൽസ് പോവാ. റിക്വസ്റ്റ് റീഫണ്ട് കണ്ടോ? റിക്വസ്റ്റ് റീഫണ്ട്
ഇനിഷ്യേറ്റ് റീഫണ്ട്. ഇത് നമ്മൾ പേയ്മെന്റ് മോഡ്, അതായത് തിരിച്ച് അക്കൗണ്ടിലേക്ക് തന്നെ വരും. ഇതിന് എത്ര ദിവസമാണ് പറയുന്നത്? ഇത് പറയണത് മെയ് 24 കാണിക്കണത്. ഒരു 3 ഡേയ്സിനുള്ളിൽ എന്തായാലും കയറും. ഈ 24 കയറും. അത് ലാസ്റ്റ് ഡേറ്റ് അതാ പറയണത്. 3 ഡേയ്സ് എന്തായാലും. നോർമലി നമ്മൾ ഏത് ആപ്പിൽ പോയാലും റീഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 7 ദിവസമായിരിക്കും. പക്ഷെ അതിന് മുമ്പ് കയറും. അതിന് മുന്നിൽ കയറും. ഏകദേശം ഒരു 3 ദിവസത്തിനുള്ളിൽ കയറുമെന്ന് വിശ്വസിക്കാം. ഉറപ്പുണ്ട്. ഇത്ര ആൾക്കാർ നമ്മൾ ചെയ്തോണ്ട് 2 ദിവസത്തിൽ കയറിയിട്ടുണ്ട്. ഓക്കെ. നമുക്ക് കയറിയില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വന്നിട്ട് ഇതിനെതിരെ ഉറപ്പ് കേട്ടോ. ഓക്കെ. എന്നാലും ഞാൻ പറയുന്നതാണ് കയറും. നമുക്ക് എല്ലാവർക്കും അറിയാം കയറും. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ഉള്ളത്. ഞാൻ വേറെ ഡൗട്ട് വെക്കട്ടെ. ഇപ്പൊ ഇനീഷ്യേറ്റ് റീഫണ്ട് കൊടുത്തില്ല, ഇതിപ്പോ ഞാൻ വണ്ടി വെച്ചിട്ട് അപ്പൊ തന്നെ ചെയ്യണമെന്നുണ്ടോ? വീട്ടിൽ പോയിട്ട് കുറച്ച് ഇത് സേഫ്റ്റി ഡെപ്പോസിറ്റ്മെന്റ് ആണ്. അത് നിങ്ങൾക്ക് എവിടുന്ന് വെച്ച വണ്ടി ഈ റിക്വസ്റ്റ് കൊടുക്കാം നിങ്ങൾക്ക്. അതായത് ഇപ്പൊ 299 ഞാൻ അതായത് റീഫണ്ട് റിക്വസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? പൈസ കിടക്കും. ഉപയോഗിക്കാൻ പറ്റുമോ വണ്ടി? പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം എടുക്കുമ്പോൾ പ്ലാന്റ് പൈസ മാത്രം കൊടുത്താൽ മതി. ഓക്കെ. ഇനിയിപ്പോ റിക്വസ്റ്റ് കൊടുത്തൂലേ, ഇനി വണ്ടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം 300 ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ. അതായത് എല്ലാ പ്രാവശ്യം വണ്ടി എടുക്കുന്ന ഡെപ്പോസിറ്റ് വരുന്നുണ്ടല്ലേ? അപ്പൊ സ്ഥിരമായിട്ട് വണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഡെപ്പോസിറ്റ് റീഫണ്ട് ചെയ്യാതെ അതിനകത്ത് കിടക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഓരോ ടൈമിലും നിങ്ങൾ 299 പ്ലസ് പ്ലാന്റെ പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പൊ ഈ പൈസ നമുക്ക് ഏകദേശം 3 ദിവസത്തിൽ കിട്ടുന്നതായിരിക്കും. കിട്ടിയില്ലെങ്കിൽ ഇവൻ എന്നെ ഇടിക്കുന്നതായിരിക്കും. ഇവൻ ഞാൻ ഫോൺ കൈമാറിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് പറയാനുള്ളത് യുലു ആപ്പിനെ കുറിച്ചിട്ട്, യുലു വണ്ടിനെ കുറിച്ച്. ഇത് വണ്ടി ഇതല്ലേ മിറാക്കിൾ മോഡൽ, മിറാക്കിൾ എന്നുള്ള ഇതാണ് ഉണ്ടാക്കിയത്. ഈ വണ്ടി സെയിലിനൊക്കെ ഉണ്ടോ? ഇല്ല. ഇതിനു വേണ്ടി മാത്രം നമ്മൾ റെന്റ് സർവീസ് മാത്രമേ വണ്ടി ഉണ്ടാക്കുള്ളൂ. ബാംഗ്ലൂരാണ് തുടങ്ങിയത് നമ്മൾ പറഞ്ഞു. ബാംഗ്ലൂർ 2019 സ്റ്റാർട്ട് ചെയ്തു. 2019 ബാംഗ്ലൂരാണ്. അത്രയും ഏകദേശം ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ എത്തിയതല്ലേ? ഓക്കെ. അപ്പൊ നല്ലൊരു പ്രോഗ്രാമാണ്, ജയിക്കട്ടെ. അപ്പൊ ഇത്രയും നേരം ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ പങ്കുവെച്ച അയ്യപ്പനെ നന്ദി പറയുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ കൊടുത്തേ. ഓക്കെ, ബൈ.